കാർഷിക വകുപ്പിന്റെ 20 ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് വളയിട്ട കൈകൾ ട്രാക്ടറിന്റെ വളയം പിടിക്കാൻ ഒരുങ്ങുന്നത്. സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാതിരുന്ന പലരും ഈ പരുക്കൻ വാഹനത്തെ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു. കൊല്ലം ആശ്രാമം മൈതാനം ഉഴുതുമറിച്ചും എച്ചെടുത്തും സിഗ്നൽ കാട്ടിയും ഡ്രൈവിംഗ് ലൈസൻസ് മിക്കവരും നേടിയെടുത്തു. ട്രാക്ടറിൽ ലൈസൻസ് നേടിയ ശേഷം കാർഷിക രംഗത്ത് ഉറച്ചു നിൽക്കാനാണ് ഇവരുടെ തീരുമാനം. കൃഷി സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ ആളില്ല. പിന്നെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോഴത്തെ ആധുനിക യന്ത്രോപകരണങ്ങൾ പ്രവർത്തിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള വനിതകളും പിന്നെ വേറെ ബോയ്സും എല്ലാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ കൃഷി സ്ഥലങ്ങളിൽ എവിടെയാണ് ആൾക്കാരില്ലാതെ ജോലി ചെയ്യാൻ അറിയാൻ അവിടെ ചെന്ന് നമ്മൾ കൊട്ടേഷൻ കൊടുക്കുക. കാർഷിക രംഗത്തെ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ വനിതകളുടെ കടന്നുവരവ് സഹായിക്കുമെന്ന് കൊല്ലം കൃഷി വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജൻ പറഞ്ഞു. സ്ത്രീകൾക്ക് ഈ രംഗത്ത് മെക്കനൈസേഷനിൽ സ്ത്രീകൾക്കും ഒരു പരിഗണന കിട്ടണം. അവരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്. കൊയ്ത്തുമെതി യന്ത്രം, നിലമുഴുന്നതിനായുള്ള ട്രാക്ടർ, കൾട്ടിവേറ്റർ, ഞാറുനടിയിൽ യന്ത്രം, കളപറിക്കുന്ന ഗ്രാസ് കട്ടർ എന്നിവയുടെ എല്ലാം പരിശീലനം 20 വനിതകളും സ്വായത്തമാക്കി കഴിഞ്ഞു. കാർഷിക രംഗത്തെ വരും ദിനങ്ങൾ സ്ത്രീകളുടേതാണെന്ന് തെളിയിച്ചുകൊണ്ട് 20 വനിതകളാണ് ഇവിടെ ട്രാക്ടർ പരിശീലനം പൂർത്തിയാക്കിയിരിക്കുന്നത്. വരും ദിനങ്ങളിൽ കേരളത്തിന്റെ വയലേലകളിൽ പുരുഷന്മാർക്കൊപ്പം ട്രാക്ടറുമായി സ്ത്രീകളെയും കാണാം. ക്യാമറാമാൻ ഷാനവാസ് ഫരീദിനൊപ്പം പി വിദ്യ, ഇന്ത്യ വിഷൻ, കൊല്ലം.